ഹായ് എവ്രി വൺ. ഞാൻ പല അൺബോക്സിംഗ് ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയത് ഈ അൺബോക്സിംഗ് ആണ്. ഇനി അധികം ലാഗ് ചെയ്യുന്നില്ല, ഞാനും സൂപ്പർ എക്സൈറ്റഡ് ആണ്. നമുക്ക് നേരെ അൺബോക്സിംഗിലേക്ക് പോകാം. ചോക്ലേറ്റ്സ് ചോക്ലേറ്റ്സ് ചോക്ലേറ്റ്സ്, ഐ ലവ് ചോക്ലേറ്റ്സ്. നമുക്ക് ഏതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം? അത്തള പിത്തള തവള ചീ മച്ചിലിരിക്കും കോരപ്പൂ മറിയം വന്ന് വിളക്കൂതി തൂ തൂ തൂ. ഇതെടുത്താലോ? അതോ ഇതെടുത്താലോ? അതോ ഇതോ? വേണ്ടല്ലേ, ഇതെടുക്കാം. അതോ ഇതെടുത്താലോ? വേണ്ട, ഇത് മതി. അതും വേണ്ട. ഇതെടുത്താലോ? ഇതെടുക്കാം. ആഹാ, ഇത് മതി. വേണ്ട, ഇതെടുക്കാം. ഇത് മതി. So let's open the famous limited edition Quality Streets chocolates. നമുക്ക് ഈ ചോക്ലേറ്റ് ടിൻ പൊട്ടിക്കുന്നതിന് മുൻപ് നമുക്ക് ഇതിന്റെ ഹിസ്റ്ററിയെ കുറിച്ചൊന്ന് നോക്കാം. ഇതിന്റെ ഹിസ്റ്ററിയെ കുറിച്ച് പറയുകയാണെങ്കിൽ, ക്വാളിറ്റി സ്ട്രീറ്റ് എന്നത് ഒരു ചെറിയ പുള്ളിയല്ല. ആശാൻ ഒരു 88 വയസ്സുള്ള ഒരു അപ്പൂപ്പനാണ്. അതായത് 1936 മാക്കിൻടോഷ് എന്ന ഇംഗ്ലണ്ടുകാരനാണ് ഇത് കണ്ടുപിടിച്ചത്. മറ്റു വീഡിയോസുകളിൽ അവർ നാച്ചുറൽ സൗണ്ട് ഒക്കെ കൊണ്ടുവരുന്നത് കണ്ടിട്ടുണ്ട്. ആക്ച്വലി ഞാനും അതുപോലെ ഒന്ന് ട്രൈ ചെയ്തതാ, പക്ഷെ കയ്യിൽ നിന്ന് പോയി. ചിലർക്ക് ശരിയാവും, ചിലർക്ക് ശരിയാവില്ല. ഞാൻ ഇത്രയൊക്കെ പൊക്കി പറഞ്ഞതിന് ശേഷം തുറന്നു നോക്കിയപ്പോ ഈ കാണുന്ന ചോക്ലേറ്റ് മാത്രം റാപ്പ് ചെയ്യാതിട്ടിരിക്കുന്നു. ടു ബാഡ് ക്വാളിറ്റി സ്ട്രീറ്റ്സ്, ടു ബാഡ്. എനിവേ, നമുക്കത് മാറ്റിവെച്ചിട്ട് ബാക്കിയുള്ളത് ടേസ്റ്റ് ചെയ്യാം. ആദ്യം നമുക്ക് ഈ മിൽക്ക് ചോക്ക് ബ്ലോക്ക് തന്നെ എടുക്കാം. പേര് പോലെ തന്നെ ഇതൊരു മിൽക്ക് ചോക്ലേറ്റ് തന്നെയാണ്, കൂടെ ഒരു ചെറിയ ഓറഞ്ച് ഫ്ലേവറും. കൊള്ളാം, ഇത് ഇഷ്ടാവും. അടുത്തിന് നമുക്കിതിനെ ഇതെടുക്കാം. ഇതെടുക്കാം, ദി പർപ്പിൾ വൺ. ഇത് കൊള്ളാലോ. ഈ ചോക്ലേറ്റിന്റെ അകത്ത് ഒരു കാരമൽ ഫില്ലിങ്ങും അതിനകത്തൊരു ഹേസൽ നട്ടും. തിരുതിരുദേവി വഴികാട്ട്. ഇതേതാണ്? ടോഫി ഫിംഗർ. എന്റെ പേഴ്സണൽ ഫേവറേറ്റ്. നമ്മുടെ ഇന്ത്യൻ ചോക്ലേറ്റ്സുമായിട്ടൊക്കെ ചെറിയ ഒരു ബന്ധം തോന്നുന്നുണ്ട്. അടുത്തിനെ ഏതെടുക്കാം? ഓറഞ്ച് ക്രീം. എനിക്കിത് ഇഷ്ടപ്പെട്ടില്ല. ഓവർ മധുരവും ഓവർ ഓറഞ്ച് ഫ്ലേവറും. അടുത്തിന് ഏതെടുക്കാം? ഇതെടുക്കാം, സ്ട്രോബെറി ഡിലൈറ്റ്. പേര് പോലെ തന്നെ ഇതൊരു സ്ട്രോബെറി ഫ്ലേവേർഡ് ചോക്ലേറ്റ് ആണ്. സ്ട്രോബെറി ലവേഴ്സിന് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. അടുത്തത് ഏതാ? ഇത് മതി, ഫഡ്ജ്. ഈ ഫഡ് ചോക്ലേറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മുടെ ഇന്ത്യൻ ചോക്ലേറ്റുമായിട്ട് നല്ലൊരു സാമ്യമുണ്ട്. കൊള്ളാം, നല്ല ടേസ്റ്റ് ആണ്, നല്ലൊരു വെറൈറ്റി തന്നെയാണ്. അടുത്തിനി ഏതാ? ഇത് മതി, കോക്കനട്ട് എക്ലെയർ. പേര് പോലെ തന്നെയാണ്, കുറേ തേങ്ങ ചിരവി വെച്ചിട്ടുണ്ട്. കോക്കനട്ട് ലവേഴ്സിന് ഇത് ഭയങ്കര ഇഷ്ടാവും.
അടുത്തിന് നമുക്ക് ഏതിലോട്ട് പോകാം? ഇത് മതി, ദി ഗ്രീൻ ട്രയാങ്കിൾ. ഗ്രീൻ ട്രയാങ്കിളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫുൾ ഓഫ് ചോക്ലേറ്റ്. വേറെ തേങ്ങ ചെറുകി വെച്ചിരിക്കുകയോ വേറെ ഫ്ലേവേഴ്സോ ഒന്നുമില്ല, പ്യോർ ചോക്ലേറ്റ്. തീർച്ചയായും ഇഷ്ടാവും. അടുത്തിന് ഏതെടുക്കാം? ഇതെടുക്കാം, ടോഫി പെന്നി. ഇത് കണ്ടപ്പോ എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ഞാനിത് എന്തോ വെച്ചാലും ട്രൈ ചെയ്യുന്നില്ല. അടുത്തിന് ഏത് ട്രൈ ചെയ്യാം? ഇതെടുക്കാം, കാരമൽ സ്ട്രിൽ. നമ്മൾ ആദ്യം ട്രൈ ചെയ്തില്ലേ പർപ്പിൾ വൺ ചോക്ലേറ്റ്, അതേപോലെ എടുത്ത് ഇതിലോട്ട് വെച്ചേക്കുക, ഹേസൽനട്ട് ഇല്ലാതെ. നമ്മൾ കണ്ടുപിടിക്കില്ലെന്നാ വിചാരിച്ചേ കൊച്ചു കള്ളന്മാര്. ലാസ്റ്റ് നമ്മുടെ ഹീറോ ആരാ? ഓറഞ്ച് ചോക്ലേറ്റ് ക്രഞ്ച്. പേര് പോലെ തന്നെ ഇതൊരു ക്രഞ്ചി ആയിട്ടുള്ള ഓറഞ്ച് ചോക്ലേറ്റ് ആണ്. അവിടെ ഇവിടെ ആയിട്ട് ഷുഗർ ഗ്രാന്യൂൾസ് കിട്ടുന്നുണ്ട്, കൂടെ ഒരു ഓറഞ്ച് ഫ്ലേവറും. അങ്ങനെ ഇന്നത്തെ ചോക്ലേറ്റ് അൺബോക്സിംഗ് അവസാനിച്ചിരിക്കുകയാണ്. ഇന്നത്തെ ക്വാളിറ്റി സ്ട്രീറ്റിനെ കുറിച്ച് പറയുകയാണ് എങ്കിൽ എൻ്റെ പേഴ്സണൽ ആയിട്ടൊരു റാങ്കിങ് കൊടുക്കുകയാണെങ്കിൽ ഞാൻ 8 on 10 ഇതിന് കൊടുക്കും. ബിക്കോസ് എനിക്ക് ഇതിന് ആദ്യമേ കിട്ടിയത് ഒരു അൺറാപ്ഡ് ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ് ആണ്. പിന്നെ എനിക്ക് കംപ്ലീറ്റ്ലി എല്ലാം ഇഷ്ടമായിരുന്നില്ല, ആയതിനാൽ ഞാൻ 8 on 10. താങ്ക്സ് ഫോർ വാച്ചിങ്. ടാറ്റാ, ബൈ.